ഈ ഗംഗൈക്കൊണ്ട ചോളനെ വണങ്ങി മോദി തമിഴ്നാട്ടിൽ വലിയ ആരവം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് മോദി, പ്രൈം മിനിസ്റ്റർ മോദി അവരുടെ ഒരു എന്താ പറയുക, ഒരു ആരാധ്യ പുരുഷനായിട്ടുള്ള ചരിത്ര പുരുഷൻ കൂടിയാണ്. തമിഴ്നാടുകാർക്ക് അറിയാലോ, നമ്മുടെ മലയാളികളെ പോലെയൊന്നുമല്ല. അവർക്ക് ഈ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവരതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ജല്ലിക്കെട്ടിന് വേണ്ടി അവർ ഒന്നടങ്കം ആണ് സുപ്രീം കോടതിക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താണ്. അതെ, അപ്പം അത്തരത്തിൽ ഉള്ളൊരു നാട്ടിലാണ് ഗംഗൈക്കൊണ്ട ചോളനെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന മോദി. പിന്നെ ഇതിപ്പം മോദിയുടെ രാഷ്ട്രീയ തന്ത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മോദി ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരം, ഇന്ത്യയിൽ എവിടെയൊക്കെ ഉള്ള ഹൈന്ദവ സംസ്കാരം, അത് ഏത് രൂപത്തിലും ഭാവത്തിലും വരുമ്പോഴും അദ്ദേഹം അതിന് മുമ്പിൽ വണങ്ങാറുണ്ട്. അതിപ്പോൾ നമ്മൾ മലയാള മണ്ണിൽ അദ്ദേഹം വന്നപ്പോൾ ഗുരുവായൂർ മുണ്ടെടുത്താണ് അദ്ദേഹം വന്നത്. അത് മലയാളികളെ കയ്യിലെടുക്കാനല്ല, അത് അവിടുത്തെ രീതി അങ്ങനെയാണ്, മുണ്ടെടുത്താണ് അവിടെ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വന്നു. അതുപോലെ തമിഴ്നാട്ടിൽ പോയപ്പോൾ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും അതൊരു രാഷ്ട്രീയ തന്ത്രമൊന്നുമല്ല. പക്ഷെ എന്തായാലും അത് ഏറ്റിട്ടുണ്ട്, അത് പലർക്കും അത് കൊണ്ടിട്ടുമുണ്ട്. എന്താണ് അതിനെപ്പറ്റി? അതായത് മോദി അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു എവിടെയായിരുന്നു, അതായത് വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. വിദേശത്ത് പോയതിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ തമിഴ്നാട്ടിൽ തനി തമിഴനായിട്ട് വന്നിറങ്ങുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു വേഷവിധാനം? കേരളത്തിൽ വരുന്ന പോലെയായിരുന്നു. അതെ, തനി തമിഴ് സ്റ്റൈലിലുള്ള മുണ്ടും അതൊക്കെ ഇട്ട് വേഷ്ടിയൊക്കെ വെച്ച് നമുക്ക് കണ്ടാലും അറിയാം തനി തമിഴനായിട്ട്. അദ്ദേഹത്തിന്റെ രൂപത്തിൽ തന്നെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം അവിടെ വരുന്നു, എല്ലാവരും വളരെ സ്വീകരിക്കുന്നു. ഇതിപ്പോ മോദി എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം മാറിപ്പോയി. അതും കൂടി ഈ ബാക്കിയുള്ളവർക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമീപനം എപ്പോഴും എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇദ്ദേഹം വന്ന ആദ്യത്തെ തിരുവോണം മുതൽ എല്ലാ തിരുവോണത്തിനും മലയാളികൾക്ക് എന്റെ പ്രിയപ്പെട്ട എന്നും പറഞ്ഞ് അദ്ദേഹം പറയാറുണ്ട് അല്ലേ? അറിയാം. ഇപ്പൊ തമിഴ്നാട്ടിൽ ചെന്നാലും അദ്ദേഹം വണക്കം എന്നേ പറയുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും ആ സംസ്ഥാനത്തിന്റെ അദ്ദേഹം പലരും പറയും സംസ്കാരമായി ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ചേർന്ന് നിൽക്കാൻ. അതായത് ഇദ്ദേഹത്തിന്റെ അതിനുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ വൺ ഇന്ത്യ ആക്കാൻ പോകുന്നു, എല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് ഇതിൽ. അപ്പൊ ഇത് ഇന്ത്യ ഇങ്ങനെ, ഇന്ത്യയുടെ ആ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ വിഭിന്നത, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ഇദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹമായിട്ടല്ലേ വരത്തുള്ളൂ. അദ്ദേഹത്തിന്റെ വേസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഡ്രസ് ഉണ്ടല്ലോ, അതിട്ടല്ലേ വരും. ഇപ്പൊ നമ്മുടെ മൻമോഹൻ സിംഗ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? മുണ്ടെടുത്ത് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, അദ്ദേഹം അത് ചെയ്യില്ല, മുണ്ടെടുത്ത് വരില്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേഷം പ്രൈം മിനിസ്റ്റർ ഡ്രസ് ഇട്ടാ വരുന്നത്. അപ്പൊ അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. അതൊരു തന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതങ്ങനെ മാത്രമല്ല, നമ്മളത് എല്ലാത്തിനെയും രാഷ്ട്രീയ കണ്ണോടുകൂടി കാണുമ്പോഴാണ്. ചിലത് അങ്ങനെയല്ല. ഇപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം വന്നു പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ ഫേമസ് ആയിപ്പോയി. ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ. ഇപ്പൊ അദ്ദേഹം തപസ്സിരിക്കാൻ പോയ ഗുഹ, അവിടെ ഇപ്പൊ ആളെ കൊണ്ട് നിറയാന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ലക്ഷദ്വീപിലൊന്ന് പോയതേ ഉള്ളൂ, ഒരു കസേര വലിച്ചിട്ട്. വിവേകാനന്ദന്റെ പേര് നരേന്ദ്രൻ എന്നാണ്, അറിയാമായിരിക്കും. വിവേകാനന്ദൻ പാറ എന്താണെന്ന് അറിയാം. വിവേകാനന്ദൻ അവിടെ ഒന്ന് നീന്തി ആ പാറയിൽ പോയിരുന്നു കുറച്ചു നേരം ധ്യാനിച്ചു. അതിനുശേഷം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയെന്ന് പറയുന്നത്. അതെ, ഇപ്പൊ ലക്ഷദ്വീപിൽ പോയി തെരപ്പര ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാലം നടന്നിട്ട് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. അതോടുകൂടി മാലദ്വീപിന്റെ മാലദ്വീപല്ല, ലക്ഷദ്വീപ്, മാലദ്വീപിന്റെ കച്ചവടം ലക്ഷദ്വീപിലോട്ട് വരാം. അതെ, ഇതിപ്പോ ഇതൊക്കെ പറയുമ്പോഴേ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ ആണെങ്കിലും ഈ പറയുന്നത് പോലെ ഇനി നമുക്ക് ഇത് വിജയിക്കുമോ, ഇനി രാഷ്ട്രീയപരമായിട്ട് തന്നെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കുമോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അവർ പയറ്റിയത് എന്നുള്ളത്. ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയതല്ല. ആക്ച്വലി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ ജനങ്ങളിത് കൂടെ പോന്നു എന്നുള്ളതാണ്. അവിടെ ശൗചാലയം നിർമ്മിച്ച സമയത്ത് ഇവിടെ എല്ലാവരും അയ്യേ ശൗചാലയം ഇയാൾക്ക് ഇത് തന്നെ പണിയാണോ എന്നാണ് ഇവർക്ക് മനസ്സിലായി. ശൗചാലയം നിർമ്മിക്കേണ്ടി വരുന്നുണ്ട്. 60 വർഷം ഭരിച്ച് മുടിച്ചവര് ഇതുപോലും അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല. അത് മനസ്സിലാക്കുന്നില്ല. നേരെ തിരിച്ച് അയ്യോ ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുകയാണ്, ഇതാണോ ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് വളരെ കാര്യമായിട്ടുള്ള കാര്യം. ഇപ്പം ഈ പറയുന്ന പോലെ ജനൌഷധി, ഞാൻ എൻ്റെ അമ്മയുടെ മരുന്ന് വാങ്ങുന്നത് ജനൌഷധി എന്ന്. എത്ര രൂപയുടെ വ്യത്യാസമാണെന്നറിയാം. ഒരു സാധാരണക്കാരന് ഇന്നത്തെ കാലത്ത് മരുന്നില്ലാത്ത വീടുകൾ കുറവാണ്. അപ്പോൾ അത് വളരെ തുച്ഛമായ ഒരു തുകയിൽ നമുക്ക് ആ മെഡിസിൻസ് കിട്ടുമ്പോൾ വളരെ ഉപകാരമാണത്. ഒരു മരുന്ന് വാങ്ങി തന്നെ കുടുംബം
ത്തിന്റെ ഒരു ഇത് പൊടിയുന്ന ഒരു അവസ്ഥ, നടുപൊടിയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തമിഴന്റെ സ്വത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ പോകുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഞ്ചാവൂരിൽ ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോ വളരെ വിജയമായെന്നാണ് BJPയും വിലയിരുത്തുന്നത്. രാഷ്ട്രീയപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കും ചോള രാജവംശത്തിനുമൊക്കെയും ഈ ദേശീയ ശ്രദ്ധ ലഭിക്കുന്നത് കൊണ്ട് അവരും സന്തുഷ്ടരാണ്. അവർക്കും വേണ്ട ഒരു ദേശീയ ശ്രദ്ധ. അതിലെന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മോദി വരുന്നു, നമ്മുടെ ആ ഒരു പ്രദേശം വളരെ എല്ലായിടത്തും വൈറലാവുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശം അത്തരത്തിൽ ഫേമസ് ആവുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമല്ലേ? അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ പറയുന്നത് പോലെ രാജരാജ ചോളനെയും രാജേന്ദ്ര ചോളനെയൊക്കെ ഏറ്റെടുക്കാനുള്ള BJPയുടെ ശ്രമം വിജയിക്കില്ല എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടപ്പാകും എന്നുള്ളതാണ്. ആകെ കിട്ടാനുള്ളത് എനിക്ക് തോന്നുന്നു തമിഴ്നാടും കേരളവും മാത്രമാണ്. അതിൽ ഏതാണ്ട് കൈകടത്തലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഒരു വഴിക്കാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാജരാജ ചോളൻ എന്ന് പറയുന്നത് ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഭരണാധികാരിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഏത് മതേതര കാഴ്ചപ്പാടിനാണ് ഈ BJP സർക്കാർ തുരങ്കം വയ്ക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എത്രയോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവരും ഒക്കെ BJPയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കാലം, അതായത് വർഗീയ പാർട്ടി എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം അത് മാറിപ്പോയി എന്നുള്ളത് ഇവരും മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്നത് CPM പാർട്ടി എന്താ വ്യവസായ ഇത് ബൂർഷ വിരുദ്ധ പാർട്ടിയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ബൂർഷകളുള്ളത് CPMലാണ്. അതെ. എന്നിട്ട് അവര് എന്താ പറയാ, യാതൊരു മടിയുമില്ലാതെ വന്ന് നിന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്ന് വിളമ്പുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. നമുക്ക് തൊലി ഉരിയും, പക്ഷെ അവർക്ക് തൊലി ഉരിയില്ല. ഭയങ്കര അസാധ്യ തൊലിക്കട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തമിഴ് സാംസ്കാരിക സത്യത്തോട് ചേർന്ന് നിന്നാണ് DMK പോലുള്ള ഇതൊക്കെ അവരൊക്കെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ മേൽക്കൈ നേടിയിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു വാദമുണ്ടല്ലോ, അവരുടെ ഒരു സംസ്കാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ വൈകിയാണെങ്കിലും ഈ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം BJP വേണമെങ്കിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിലും തെറ്റു പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്കത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവർ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. അതേസമയം ഈ BJPയുടെ ഈ നീക്കത്തെയൊക്കെ എല്ലാ തരത്തിലും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ട് DMKയും അവിടെ രംഗത്തുണ്ട്. നരേന്ദ്രമോദിയുടെ ഗംഗൈകൊണ്ട ചോളപുരം സന്ദർശനത്തിന് മറുപടി എന്നോണം സാംസ്കാരിക പരിപാടികളായിട്ടും വികസന പദ്ധതി പ്രഖ്യാപനമായിട്ടും ഒക്കെ BJPക്ക് രാഷ്ട്രീയ മറുപടി കൊടുക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കിടിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് DMK. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചോള രാജവംശം നിലനിന്ന പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളൊക്കെ ഇരു പാർട്ടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിനും ഇവർക്ക് മോദി അവിടെ വരേണ്ടി വന്നു. ഇതുവരെ അവര് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അതും അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ കേന്ദ്ര സർക്കാർ വൻകിട വികസന പദ്ധതികൾ 4000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ വൻകിട വികസന പദ്ധതികൾ തമിഴ്നാട്ടിൽ പ്രഖ്യാപിക്കുന്നത് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്കൊക്കെ വലിയ തലവേദന ആകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഗംഗം തടാകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന വലിയൊരു പദ്ധതി സർക്കാർ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. DMK പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും BJPയുടെ ചോള സ്ട്രൈക്ക് സത്യത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആവേശം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരത്തെത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതും പ്രധാനമന്ത്രി മോദി തന്നെയാണ്. ഇത് തമിഴ്നാട്ടുകാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം. ഈ തമിഴ്നാട്ടുകാരങ്ങനെയല്ലേ പ്രധാനപ്പെട്ട ഈ നായികമാരുടെയൊക്കെ അമ്പലം വരെ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. ഉണ്ട്. അപ്പൊ അവരത് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ നാളെ വന്നിട്ട് മോദിയുടെ അമ്പലം ഉണ്ടാക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ പലതവണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടും DMKയ്ക്ക് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നഗരത്തിനും ചോള പൈതൃകത്തിനും കൂടുതൽ ദേശീയ അംഗീകാരവും ആഗോള ശ്രദ്ധയും ഒക്കെ നേടിക്കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമിഴ് വികാരം അനുസരിച്ച് അവർ BJPക്ക് ഒപ്പം പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചോളരെ ചേർത്ത് പിടിക്കുന്നത് പോലുള്ള ഇടപെടലുകൾ തമിഴ്നാട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ മോദിയുടെ പരിപാടിയിൽ VCK നേതാവും ചിദംബരം MP-യുമായിട്ടുള്ള തിരുമണവാളം പങ്കെടുത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം തൃപ്പെരുമ ഉത്സവത്തിലാണ് BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായിട്ടുള്ള തിരുമണവാളൻ
പങ്കെടുത്തത്. 24 വർഷത്തിനിടെ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഈ VCKയുടെ കൊടികളും ഇടം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം പ്രതിരോധിക്കാനായിട്ട് DMKയ്ക്കും സ്റ്റാലിനും ഒക്കെ സാധിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും ഇനിയുള്ള തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ മാറ്റം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ ഇതിപ്പോൾ രാഷ്ട്രീയപരമായി പറഞ്ഞതാണ്. ആക്ച്വലി അതിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തി നോക്കിയാലും മോദി ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം അത് ഈ പറയുന്നത് പോലെ ദേശീയതയിൽ ഊന്നി നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ചേർത്ത് വെക്കുന്നത് കൊണ്ട് അദ്ദേഹം വർഗീയവാദിയാകുന്നൊന്നുമില്ല. അപ്പോൾ അതിനെ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നോക്കി കാണാവുന്നതേ ഉള്ളൂ.